പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ട് സ്കലോണിക്കു കീഴിൽ അർജന്റീന അൺബീറ്റൻ റണ്ണുമായാണ് ഖത്തർ വേൾഡ് കപ്പിലേക്ക് വിമാനം കയറുന്നത്. അർജന്റീനയ്ക്ക് മുന്നിലുള്ള ആദ്യ എതിരാളികൾ സൗദി അറേബ്യയായിരുന്നു. ബെറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലും ODI പ്ലാറ്റ്ഫോമുകളിലുമെല്ലാം അർജന്റീന 5-6 ഗോളുകൾക്ക് വിജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രഡിക്ഷനുകൾ. മത്സരത്തിൻ്റെ ആദ്യ പകുതി കണ്ടപ്പോഴും അതുതന്നെയായിരുന്നു തോന്നിയിരുന്നത്. അർജന്റീന ഒരുപാട് ഗോളുകൾക്ക് വിജയിക്കും. ആദ്യത്തെ പകുതിയിൽ മാത്രം അർജന്റീന 3 ഗോളുകളാണ് സ്വന്തമാക്കിയത്. പക്ഷേ 3ഉം ഓഫ് സൈഡ് ആയെന്ന് മാത്രം. പിന്നെ ലിയോയുടെ ഒരു പെനാൽറ്റിയും. രണ്ടാം പകുതിയിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയ അർജന്റീനയ്ക്ക് മേൽ സൗദിയുടെ ആധിപത്യം കണ്ടു. സൗദി മത്സരത്തിൽ 2 ഗോളുകൾ അടിച്ച് ലോക ചരിത്രത്തിൽ തന്നെ അർജന്റീനയ്ക്ക് ഒരു വലിയ മാനക്കേടുണ്ടാക്കി. വേർ ഈസ് മെസ്സി, വേർ ഈസ് അർജന്റീന എന്ന ചോദ്യം ഉയർന്നു. അർജന്റീന ഈ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് റൗണ്ട് പോലും കടക്കില്ലേ എന്ന ചോദ്യമായിരുന്നു. പിന്നെ സൗദിയോട് നാണം കെട്ട അർജന്റീന മെക്സിക്കോയോടും പോളണ്ടിനോടും എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് വരെ ചോദിച്ചവരുണ്ടായിരുന്നു. ഒടുക്കം കാത്തിരുന്ന ദിവസമെത്തി. അർജന്റീന മെക്സിക്കോ പോരാട്ടം. ഗോളില്ലാത്ത ആദ്യ പകുതിയിൽ അർജന്റീന ആരാധകർ തലയിൽ കൈവച്ചു പോയിട്ടുണ്ടാകും. കാത്തിരിപ്പുകൾക്ക് വിരാമമേകി ലിയോ അവതരിക്കുന്നു. 67-ാം മിനിറ്റിൽ മെക്സിക്കൻ ഗോൾ വല ചലിക്കുന്നു. അർജന്റീന കളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പിന്നെ മത്സരത്തിന്റെ 87-ാം മിനിറ്റിൽ എൻസോയുടെ ഗോൾ കൂടിയായതോടെ അർജന്റീന വിജയം ഉറപ്പിച്ചു. പിന്നെ ഗ്രൂപ്പിലെ പോളണ്ടിനെയും അനായാസം തകർത്തെറിഞ്ഞുകൊണ്ട് അർജന്റീന പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയയെയും, ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡിനെയും, സെമി ഫൈനലിൽ ക്രോട്ടുകാരെയും വിറപ്പിച്ച അർജന്റീന ഒടുക്കം ഫൈനലിൽ ഫ്രാൻസിനെ ആദ്യ പകുതിയിൽ വിറപ്പിച്ച അർജന്റീന പക്ഷേ രണ്ടാം പകുതിയിൽ ഫ്രാൻസിനോട് വിറക്കുകയായിരുന്നു. ഒടുക്കം അവസാനം എമിലിയാനോയുടെ നീണ്ട കരങ്ങൾ അർജന്റീനയുടെ രക്ഷക്കെത്തുകയും അർജന്റീന കിരീടം നേടുകയും ചെയ്തു. ആദ്യ മത്സരത്തിൽ തന്നെ സൗദിയോടേറ്റ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും, ഈ ടീമിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ലിയോ അന്നേ പറഞ്ഞതായിരുന്നു. പറഞ്ഞ വാക്ക് പാലിച്ച ലിയോ ആ ലുസൈൽ സ്റ്റേഡിയത്തിൽ കിരീടമുയർത്തി. 2026 വരുമ്പോൾ അർജന്റീനയുടെ ഗ്രൂപ്പിലുള്ളത് അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണ്. അർജന്റീനക്ക് ജൂൺ 17-ാം തീയതി അൾജീരിയക്കെതിരെയാണ് ആദ്യ പോരാട്ടം. അൾജീരിയ അർജന്റീനക്ക് ഒരു വാർണിംഗ് നൽകി കഴിഞ്ഞു. നിലവിൽ വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരാളായ നെതർലാൻഡിനെ തോൽപ്പിച്ചാണ് അൾജീരിയ കഴിഞ്ഞ ദിവസം അർജന്റീനയ്ക്ക് വാർണിംഗ് നൽകിയത്. ഇനിയെങ്ങാനും അർജന്റീന അൾജീരിയയോട് തോറ്റാൽ പോലും ഒരുത്തനും ഇത്തവണ അർജന്റീനയെ ചൊറിയാൻ വരില്ല. കാരണം 22 ഓരോ ആരാധകരും ഓർത്തെടുക്കും. നിലവിൽ അർജന്റീനയ്ക്ക് ആദ്യ മത്സരം തന്നെ കടുപ്പമേറിയതായിരിക്കും. അൾജീരിയക്കെതിരായുള്ള ആദ്യ പോരാട്ടം തന്നെ. അർജന്റീനയ്ക്ക് നിലവിൽ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക ഓസ്ട്രിയയായിരിക്കും. ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കിനിയും കാണാം.